നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രമേഹം ഇന്ന് കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. പ്രമേഹത്തിലുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പമുള്ളത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ പി.കെ. ജബ്ബാറാണ്. അതുപോലെ തന്നെ എൻഡോക്രൈമിനോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ് ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ ഇപ്പം പ്രമേഹം കൂടി വരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പം എങ്ങനെ ഈ പ്രമേഹം വരാതെ നമുക്ക് നോക്കാം? അതുപോലെ മുൻകരുതലുകൾ എങ്ങനെ എടുക്കണം? ഏത് പ്രായം മുതലാണ് ഈ പ്രമേഹം വരാതെ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ ചോദ്യം തന്നെ വളരെ നല്ല ചോദ്യം. പക്ഷെ ഉത്തരം പറയൽ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഏകദേശം 1/4 തോതിലാണ് പ്രമേഹ രോഗം കണ്ടുവരുന്നത്. രസകരമായ ചില കാര്യങ്ങൾ കേരളത്തിൻ്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലും അല്ലെങ്കിൽ നഗരപ്രദേശങ്ങളിലും പ്രമേഹത്തിൻ്റെ തോത് ഒരേ മാതിരിയാണ് എന്നുള്ളതാണ്. ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ റൂറൽ അല്ലെങ്കിൽ ഈ ഗ്രാമപ്രദേശങ്ങളിലാണ് പ്രമേഹത്തിൻ്റെ തോത് കുറഞ്ഞു കാണുന്നത്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു ഡിമാർക്കേഷൻ ഇല്ല. രണ്ടാമത്തെ പ്രത്യേകത, വളരെ ചെറുപ്പത്തിൽ പോലും നമ്മളുടെ കേരളീയർക്ക് പ്രമേഹം പിടിപെടുന്നതായിട്ടാണ് കാണുന്നത്. മൂന്നാമത്തെ കാര്യം, ഈ വ്യക്തികൾക്ക് ഹൃദ്രോഗം വരുന്നത് വളരെ നേരത്തെ വരുന്നു. സാധാരണയായി നമ്മൾ പറയാറുള്ളത് 40 വയസ്സിന് ശേഷം അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം എന്നായിരുന്നു. പക്ഷേ ഇപ്പോൾ നാം കണ്ടുവരുന്നത് 30-നോടടുത്ത സമയം, 30-ന് മുമ്പും ഹൃദ്രോഗം കാണുന്നു, അതേപോലെ തന്നെ പ്രമേഹം കാണുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിൻ്റെ പ്രമേഹത്തിൻ്റെ സ്വഭാവം വളരെ സവിശേഷത ഉള്ളതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ, ഏത് തരത്തിൽ നമുക്ക് പ്രമേഹത്തിൻ്റെ തോതിനെ കുറയ്ക്കാം, അല്ലെങ്കിൽ പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ നമുക്ക് തടഞ്ഞു നിർത്താം എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം, ആദ്യത്തേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. കുടുംബപരമായ കാര്യങ്ങൾ, അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ അമ്മാവന്മാർക്കും കുടുംബത്തിൽ മറ്റു പലർക്കും ഉണ്ടെങ്കിൽ പ്രമേഹത്തിന് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറ്റും, പ്രമേഹത്തിനെ നമുക്ക് മാറ്റി നിർത്താൻ. എന്ന് വെച്ചാൽ പോസ്റ്റ്പോൺ ചെയ്യാം. ഇന്ന് വരുന്നതിന് പകരം ഒരു പക്ഷേ കുറച്ച് ഒരു 50 വയസ്സിലോട്ടൊക്കെ നമുക്ക് തള്ളി അതിനുശേഷം നമുക്ക് പ്രമേഹം കാണാം എന്നുള്ള ലെവലിൽ എത്തിക്കാവുന്നതാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ടത്, പ്രമേഹം വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു വിഭാഗങ്ങളെ അല്ലെങ്കിൽ ആ വിഭാഗം ജനങ്ങളെ നാം ശരിയായ രീതിയിൽ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് അവരുടെ ഭക്ഷണ ക്രമീകരണം നല്ല രീതിയിലാക്കുക, വ്യായാമം തെറ്റില്ലാത്ത രീതിയിൽ ചെയ്യുക, മിനിമം വ്യായാമമെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു സന്ദേശം അവരുടെ മനസ്സിൽ ഏത് വിധേനയും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേക ഒരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കാൻ. നമ്മളുടെ ഗവൺമെന്റ് വളരെ വളരെ ഒരു അഗ്രസീവ് മാനേജ്മെന്റ് ആണ് ഡയബറ്റീസ് പ്രിവെൻഷനും അല്ലെങ്കിൽ ജീവിത ശൈലി രോഗങ്ങളെയും തടയാൻ വേണ്ടി കൊണ്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കാതലായ കാര്യം, ശരിയായ രീതിയിൽ ഡയബറ്റിക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. അതോടുകൂടെ തന്നെ വരാൻ സാധ്യത ഉള്ളവർക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെതായ ദൂഷ്യഫലങ്ങൾ ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ് കേരള ഒരു ആരോഗ്യ വകുപ്പ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. പഴയ മാതിരിയല്ല, ഈ ആരോഗ്യരംഗത്ത് വളരെയധികം വ്യത്യാസം വരുന്ന ഈ കാലത്ത് നമുക്ക് ഒരു പരിധിവരെ പ്രമേഹത്തെ പോസ്റ്റ്പോൺ ചെയ്യാനും പ്രമേഹം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനും പറ്റും എന്നുള്ളൊരു സന്തോഷ വാർത്ത കൂടെ ഞാൻ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നെക്സ്റ്റ്. ശരി ഡോക്ടർ, വ്യക്തമാണ്.
നമ്മുടെ കൂടെ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കോഴിക്കോട് നിന്ന് ബാബുരാജാണ്. ബാബുരാജ്, ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, എനിക്ക് യെസ് ബാബുരാജ്, സുഖമാണോ? 2 വർഷമായി പിന്നെ ഇത് തുടങ്ങിയിട്ട് ഷുഗർ ഇല്ലായിരുന്നു. ഗുളിക കുടിക്കുമ്പോ അത് നിൽക്കും. പിന്നെ അപ്പോ ഈ പറയുന്നുണ്ട് ഈ ഗുളിക കുടിക്കുന്നത് പിന്നെ കിഡ്നീനെയൊക്കെ ബാധിക്കുന്നു പറഞ്ഞുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിൽ കൂടി മാത്രം അത് നിയന്ത്രിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും നല്ല ചോദ്യം മിസ്റ്റർ ബാബുരാജ്. നമ്മളുടെ ആദ്യത്തെ ഒരു മിഥ്യാധാരണ കൂടെ ഞാനൊന്ന് അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ മിഥ്യാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജനങ്ങൾക്കൊരു ചിന്തയുണ്ട്, നാം കഴിക്കുന്നതായ ഉപയോഗിക്കുന്നതായ മരുന്നുകളാണ് കിഡ്നിയെ ബാധിക്കുന്നത് എന്ന്. അത് തെറ്റാണ്. സത്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹമുണ്ട് എന്ന് അറിയുന്ന വ്യക്തി ഒരു ഡോക്ടറെ സമീപിക്കുകയും അദ്ദേഹം ശരിയായ രീതിയിൽ ചികിത്സ നിർണയിച്ചതിന് ശേഷം ആ ഡോക്ടറെ പലരും കാണാറില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പോകാറില്ല, പരിശോധനകൾ ചെയ്യാറില്ല. നിങ്ങളുടെ പ്രമേഹം നിയന്ത്രണത്തിലാണോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് പരിശോധനകൾ ചെയ്യുകയും നിയന്ത്രണത്തിൽ ആക്കി നിർത്തേണ്ടതും അത്യാവശ്യമാണ്. അത് പലപ്പോഴും സംഭവിക്കാറില്ല. അപ്പോൾ വ്യക്തി എന്ത് സംഭവിക്കും? പഞ്ചസാര കറക്റ്റാണോ എന്ന് നോക്കാതെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ഒരുപക്ഷെ ആ രോഗിക്ക് അടുത്ത ദിവസങ്ങളിൽ കിഡ്നിക്കോ ഹാർട്ടിനോ കണ്ണിനോ ഞരമ്പിനോ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് രണ്ട് കാര്യം. ആദ്യം രോഗിയുടെ പഞ്ചസാരയുടെ അളവ് കൺട്രോളാണ് എന്ന് മനസ്സിലാക്കേണ്ടതും, ആ കഴിക്കുന്ന മരുന്ന് എത്ര നാൾ കഴിക്കണം, പരിശോധന ഏതൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് പരിശോധനകൾ ചെയ്യണം എന്നുള്ള കാര്യം ചെയ്യേണ്ടതും, അതോടുകൂടി തന്നെ ചികിത്സാ വിധികൾക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തേണ്ടതും അത്യാവശ്യമാണ് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഉപചോദ്യം, ഭക്ഷണം അല്ലെങ്കിൽ മരുന്നുകൾ ഇല്ലാതെ എൻ്റെ പ്രമേഹം നിയന്ത്രിക്കാമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇന്നും മറക്കാത്തൊരു സംഭവം, ഒരു 80 വയസ്സായ വ്യക്തിക്ക് ഇന്നും അദ്ദേഹം മരുന്ന് കഴിക്കുന്നേയില്ല. അദ്ദേഹം കഴിക്കുന്നത് ഭക്ഷണത്തിൻ്റെ ഒരു ക്രമീകരണം മാത്രമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം നല്ല രീതിയിൽ വ്യായാമം ചെയ്യും, നല്ല രീതിയിൽ യോഗ ചെയ്യും. ഞാൻ പറയുന്നത് ഏകദേശം ആദ്യഘട്ടങ്ങളിൽ ഒരു 20-25%, പിന്നെ നല്ല രീതിയിൽ പ്രമേഹം നിയന്ത്രിച്ച് നിർത്തിയിട്ടുള്ള വ്യക്തികൾക്ക് ഒരുപക്ഷെ ഒരു പകുതിയോളം ജനങ്ങൾക്ക്, പ്രമേഹ രോഗികൾക്ക് ഇത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ള സന്ദേശമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബാബുരാജിന് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ചോദ്യം. ശരി ഡോക്ടർ, പ്രേക്ഷകർ വ്യക്തമായെന്ന് തോന്നുന്നു. ഡോക്ടർ, കൊച്ചിയിൽ നിന്നും ഫൈസൽ ചേരുന്നുണ്ട്. അടുത്ത പ്രേക്ഷകനാണ് ഫൈസൽ. ഡോക്ടറോട് ചോദിക്കാം. പറയൂ മിസ്റ്റർ ഫൈസൽ. അത് എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 180 ഉണ്ട് ഷുഗർ. കേട്ടില്ല, ഒന്നുകൂടെ പറയൂ ഫൈസൽ. എനിക്ക് 53 വയസ്സായി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോ 180 ഉണ്ട് ഷുഗർ. ഓക്കെ, മരുന്ന് കഴിക്കുന്നുണ്ടോ മിസ്റ്റർ ഫൈസൽ? 180 ഉണ്ട് എനിക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഷുഗർ. അല്ല, 153 ആണോ 83 ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എത്ര തന്നെ ആയാലും 53 വയസ്സായ പ്രമേഹ രോഗിക്ക് 180 ആയാൽ, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷം 180 വരെ ഷുഗർ പോകുന്നത് കൊണ്ട് വലിയ അബദ്ധങ്ങളൊന്നുമില്ല. പക്ഷേ ഫൈസൽ ശ്രദ്ധിക്കേണ്ടത്, ചെറുപ്പക്കാരനായ ഫൈസലാണ്, 53 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? കുറച്ചും കൂടി നല്ല കൺട്രോൾ കിട്ടിയാൽ നല്ലതാണ്. അതിനു വേണ്ടിക്കൊണ്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ മരുന്നിൻ്റെ ഡോസുകൾ അഡ്ജസ്റ്റ് ചെയ്യുകയോ പുതിയ മരുന്നുകൾ ഉപയോഗിക്കേണ്ട സമയമായി കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. അതിനോട് കൂടെ തന്നെ കാതലായ വ്യത്യാസം ജീവിത ശൈലിയിൽ വരുത്തേണ്ടതുണ്ട്. എന്താണ് കാതലായ വ്യത്യാസം? എക്സർസൈസ് ചെയ്യാത്ത വ്യക്തികൾക്ക് എക്സർസൈസ് ചെയ്യണം. എത്ര സ്റ്റെപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. ചില രോഗികൾ പറയും, എനിക്ക് നടക്കാൻ വയ്യ ഡോക്ടറെ. അതൊന്നും യാതൊരു എക്സ്ക്യൂസും അല്ല എന്ന് മനസ്സിലാക്കുക. ചെറിയ രീതിയിലെങ്കിലും അവർ നടക്കേണ്ടത് ആവശ്യമാണ്. വെറുതെ നടന്നാൽ മതി. ഭക്ഷണം കഴിക്കുന്നത്, പ്രമേഹ രോഗികൾക്ക് ഭക്ഷണം നിഷിദ്ധമല്ല. ശ്രദ്ധിക്കൂ, നിഷിദ്ധമല്ല. അവരുടെ
ഭക്ഷണം ഒരു ക്രമീകരണം വരുത്തുകയാണ് വേണ്ടത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ കണ്ട് ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണം കഴിക്കാം എന്നൊന്നുമില്ല. എല്ലാ ഭക്ഷണങ്ങളും മിതത്വത്തോടുകൂടെ ഒരു ക്രമീകരണത്തോടുകൂടെ കഴിക്കുന്നതോട് തെറ്റില്ല. പക്ഷെ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ നല്ലതല്ല. ഉദാഹരണമായി വെറും മധുരം മാത്രം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. വളരെയധികം കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്, അതും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പ്, അതേപോലെ തന്നെയാണ് നമ്മളുടെ ഉപ്പിൻ്റെ അളവും വളരെയധികം കുറയ്ക്കേണ്ടത് ആവശ്യകതയാണ്. പിന്നെ അതിനോട് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ മനസ്സിന് ഒരു സ്വസ്ഥത കൊടുക്കേണ്ടതും അല്ലെങ്കിൽ റിലാക്സേഷൻ കൊടുക്കേണ്ടതും ആവശ്യമുണ്ട്. അതിന് വളരെ നല്ല മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഒരു ഉറക്കം നല്ല രീതിയിലാക്കുക, അവരുടെ പ്രശ്നങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് അവരുടെ മാനസിക പിരിമുറുക്കം കുറച്ചെടുക്കുക. അതിന് പല പല മെത്തേഡുകളുണ്ട്. ചികിത്സ വേണം എന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്ക് ഉറക്കം വളരെ ശ്രദ്ധിക്കണം. ഒരു തെറ്റായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് വന്നിട്ടുള്ള പല പഠനങ്ങളും തെളിയിക്കുന്നത് വളരെ ലേറ്റായിട്ട് ഉറങ്ങുന്ന വ്യക്തികൾക്ക് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങളും ഒരു നിയന്ത്രണത്തിൽ ആവാതിരിക്കാനും പ്രമേഹത്തോട് കൂടി വരുന്നതായ പ്രശ്നങ്ങൾ, പ്രഷർ, ഹൃദ്രോഗം, രക്തസമ്മർദ്ദം, ഞാൻ സൂചിപ്പിച്ച പോലെ മറ്റു പല പ്രശ്നങ്ങളും വരാൻ സാധ്യത. അതുകൊണ്ട് നേരത്തെ കിടന്ന്, നമ്മളുടെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞതുപോലെ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേറ്റ് വ്യായാമം ചെയ്ത് ഭക്ഷണ ക്രമീകരണം ചെയ്ത് മരുന്നുകൾ കഴിക്കണമെങ്കിൽ കഴിച്ച് ഒരു നല്ല ജീവിത ശൈലി ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രമേഹത്തെ നല്ല രീതിയിൽ അവരെ പ്രതിരോധിക്കാനും അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഇല്ലാതാക്കാനും കഴിയും എന്നുള്ള സന്തോഷ വാർത്തയാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ള ഫൈസലിന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു, കരുതുന്നു. പ്രേക്ഷകന് വ്യക്തമായി മനസ്സിലാക്കുന്നു ഡോക്ടർ. അതുപോലെ തന്നെ പ്രമേഹം എന്ന് പറയുന്നത് ഒരു പൊതുജന ആരോഗ്യ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ലോകമെമ്പാടും ഇപ്പോൾ പ്രമേഹ രോഗികളുടെ വ്യാപനം വർദ്ധിച്ചു വരികയാണ്. ആ സാഹചര്യത്തിൽ ഈ പ്രമേഹത്തിനുള്ള ചികിത്സാ രീതികൾ എന്തെല്ലാമാണ്? നമുക്ക് കൃത്യമായിട്ട് മരുന്നും മറ്റ് ചികിത്സാ മാർഗങ്ങളും ഇത് എടുക്കേണ്ടത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഇൻസുലിൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഇത് വലിയൊരു ചോദ്യമാണ്. നമ്മൾ ഉപചോദ്യങ്ങളായിട്ട് നമുക്ക് വേർതിരിക്കാം. ആദ്യത്തേത്, പ്രമേഹ രോഗത്തിന്റെ ചികിത്സ എന്താണ്? ആദ്യമായും അവസാനമായും എപ്പോഴും പറയാനുള്ള ഒരു കാര്യം അവരുടെ ഭക്ഷണ ക്രമീകരണമാണ്. ശ്രദ്ധിക്കുക, അവരുടെ ജീവിത ശൈലിയിൽ വരുന്നതായ വ്യത്യാസങ്ങളാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് നല്ല കൺട്രോൾ കിട്ടും. കിട്ടാത്ത വ്യക്തികൾക്ക് നമുക്കെല്ലാം അറിയാം, പഴയ ഒരു സിറ്റുവേഷൻ അല്ല നമ്മളുടെ പ്രമേഹ രോഗ ചികിത്സാ രംഗത്ത് സംഭവിക്കുന്നത്. ഇന്ന് നല്ല രീതിയിലുള്ളതായ മരുന്നുകൾ, നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ആ മരുന്നുകളെ കൊണ്ട് വരുന്നില്ലാത്ത തരത്തിലും, മാത്രമല്ല അത്തരത്തിലുള്ളതായ നൂതനമായ പുതിയ മരുന്നുകൾ നമുക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിന് വളരെയധികം ഗുണകരമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ട്. ചില മരുന്നുകൾ, പ്രമേഹത്തിന് ഉപയോഗിക്കുന്നതായ ചില മരുന്നുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അവരുടെ ഹൃദ്രോഗത്തെ തടയാനും ഹൃദ്രോഗം വരികയാണെങ്കിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാനും പറ്റും എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഗുളികളെ പറ്റി ഞാനാണ് സൂചിപ്പിച്ച്, പഴയ ഗുളികളല്ല, പുതിയ ഗുളികളുണ്ട്, വളരെ എഫക്റ്റീവ് മോളിക്യൂൾസ് ഉണ്ട്. മൂന്നാമത്തെ കാര്യമാണ് അവരുടെ ഇൻസുലിൻ ഉപയോഗം. ഇൻസുലിൻ ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഞാൻ എപ്പോൾ ഉപയോഗിക്കും ഡോക്ടറെ എന്നുള്ളതാണ്. എപ്പോൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്നുകൾ വളരെ വലിയ ഡോസിൽ ചെന്നതിന് ശേഷം, എന്തെന്ന് വെച്ചാൽ ടാബ്ലറ്റ്സുകൾ, ഗുളികകൾ വലിയ ഡോസിൽ പോയതിനു ശേഷമല്ല ഇൻസുലിൻ ഉപയോഗിക്കേണ്ടത്. മിതമായ രീതിയിൽ ഗുളികകൾ കഴിക്കുകയും വ്യായാമം ചെയ്തതിനു ശേഷവും ഭക്ഷണം ക്രമീകരിച്ചതിന് ശേഷം അവരുടെ പ്രമേഹം കൺട്രോളിൽ ആയില്ലെങ്കിൽ നമുക്ക് ഇൻസുലിൻ തുടങ്ങാവുന്നതാണ്. ഒരു തെറ്റായൊരു പ്രവണത നമ്മളുടെ നാട്ടിൽ കണ്ടുവരുന്നത്, ഷുഗർ കൺട്രോൾ ഇല്ല, ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ടെൻഡൻസി എന്താണെന്ന് വെച്ചാൽ അടുത്ത ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ മറ്റ് ചികിത്സാവിധികൾ തേടുക. അതല്ല അതിൻ്റെ ശരി. രോഗിയുടെ ഷുഗർ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും
അടുത്ത പടിയായ ചികിത്സാവിധിയായ ഇൻസുലിൻ ഉപയോഗിക്കലാണ്. ഇന്ന് പഴയ മാതിരിയല്ല, പലതരത്തിലുള്ളതായ പുതിയ തരത്തിലുള്ളതായ ഇൻസുലിനും ഇഞ്ചക്ട് ചെയ്യാവുന്നതായ ചില മരുന്നുകളും വന്നിട്ടുണ്ട്. അത് വന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിൻ്റെ വരാവുന്നതായ അല്ലെങ്കിൽ ഇൻസുലിൻ ചികിത്സയിൽ വരാവുന്നതായ അമിതമായ രക്തത്തിലെ ഷുഗർ കുറഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണ് ഇൻസുലിൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ശരിയായ രീതിയിൽ ശരിയായ ഡോസിൽ ശരിയായ ഇൻസുലിൻ ഉപയോഗിച്ചാൽ സംഭവിക്കാം. പുതിയ തരത്തിലുള്ളതായ ഇൻസുലിൻ അല്ലാതെ കുത്തിവെക്കുന്ന ചില മരുന്നുകളുണ്ട്. അത് അമിതമായ വണ്ണം നിയന്ത്രിക്കാൻ വേണ്ടിക്കൊണ്ട് ഈ മരുന്നിനെ കൊണ്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഹൈപ്പോഗ്ലൈസീമിയ അല്ലെങ്കിൽ അമിതമായ ഷുഗർ കുറഞ്ഞു പോകാനുള്ളതായ സാധ്യത വളരെ കുറവാണ്. മറ്റ് ഹൃദയത്തിനും കിഡ്നിക്കും ബ്രെയിനിനും ഞരമ്പിനും ഒക്കെ വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അത് മൂന്നാമത്തെ ചികിത്സാവിധികൾ നമ്മൾ പറഞ്ഞു. നാലാമത്തെ ചികിത്സാവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നൂതനമായ ചില പ്രത്യേക ചില മരുന്നുകൾ ഇന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പരീക്ഷണത്തിൻ്റെ പരിപൂർണമായ റിസൾട്ട് നമുക്ക് ലഭ്യമല്ലെങ്കിലും ഒരു കാര്യം സത്യമാണ്, അത്തരത്തിലുള്ള മരുന്നുകളെ കൊണ്ട് ഗുണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഈ സ്ഥാപനം ഡയബറ്റിസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ റിസർച്ച് നിങ്ങൾ നടത്തുന്നുണ്ട്. നല്ല ഒരു റിസൾട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ശരിയായ റിസൾട്ട് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പിന്നെ ചികിത്സാവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപയോഗിക്കുന്നത് പമ്പ് വഴി ഉപയോഗിക്കാവുന്നതാണ്. ഈ പമ്പ് ഉപയോഗിക്കുന്നത് ഒരു കാര്യം, ഈ ഞാൻ പറയുന്നത് പമ്പാണ് ഫൈനൽ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പാടില്ല. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ പറയുകയാണ് ഒരു പക്ഷെ നിങ്ങൾക്ക് പമ്പായിരിക്കും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, സംശയമില്ല. ചെറിയ രീതിയിലുള്ളതായ ദൂഷ്യഫലങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാവിധികളാണ് ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒരുപക്ഷെ അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ നാം കാണാൻ പോകുന്ന വളരെ വലിയ വലിയ നൂതനമായ ആശയങ്ങൾ, പരീക്ഷണത്തിലൂടെ തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങളും മരുന്നുകളും ഉപകരണങ്ങളും ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ശതമാനം രോഗികൾ അനുഭവിക്കുന്നതായ വിഷമതകൾ, ബുദ്ധിമുട്ടുകൾ, ദൂഷ്യഫലങ്ങൾ എല്ലാം തന്നെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയും എന്നിവിടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തട്ടെ. ഡോക്ടർ വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സങ്കീർണതകളും അത് തടയുന്നതിനുള്ള ചികിത്സാ മാർഗങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് അവർ ഇതിനകത്തൊരു പങ്ക് വഹിക്കുന്നുണ്ടോ പ്രമേഹ രോഗികളുടെ ഈ രോഗം പകുതിയോളം ഭേദമാക്കാൻ വേണ്ടിയിട്ട്? അതെ, നോക്കൂ, ഈ ആരോഗ്യ പ്രവർത്തകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വ്യക്തികൾക്കും ഈ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടിക്കൊണ്ട് വലിയ താല്പര്യമുണ്ട്. അതിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അല്ലെങ്കിൽ വലിയൊരു വകുപ്പ് തന്നെ ഇതിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവരും അറിയാം. ഇപ്പോ മാഡം ഒരു ചോദ്യം എന്നോട് ചോദിച്ചു, എന്താണ് ഈ പ്രമേഹം ഇല്ലാതാക്കാനുള്ള മെത്തേഡുകൾ എന്ന്. അതിനെ നമുക്ക് സൂചിപ്പിക്കാം, ഡയബറ്റിസ് റെമിഷൻ എന്ന് സൂചിപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചുകൊണ്ട് നല്ല രീതിയിൽ എക്സർസൈസ് വന്നു കഴിഞ്ഞാൽ, അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഈ പ്രമേഹത്തെ റെമിഷൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ തന്നെ കഴിയും. പക്ഷെ സംഭവം എന്താ, നമ്മളെല്ലാവരും ഈ ആദ്യം തന്നെ റെമിഷനോട്ട് പോകും, ഇല്ലാതാവും. പക്ഷെ അതിനുശേഷം വീണ്ടും ഇത് തിരിച്ചു വരും. കാരണം നമ്മളെ ഭക്ഷണം കൺട്രോളൊക്കെ നമ്മളിന്ന് പോയി, എക്സസൈസ് പോയി. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാം. ഫിസിയോതെറാപ്പിസ്റ്റിന് വളരെയധികം റോളുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രമേഹത്തിൽ വരുന്ന ചില കോംപ്ലിക്കേഷൻസ് അല്ലെ ദൂഷ്യഫലങ്ങൾ തീർച്ചയായിട്ടും ഈ വ്യക്തികൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിനും ഫിസിയാട്രിസ്റ്റിനും വളരെയധികം ഒരു പങ്ക് വഹിക്കാൻ കഴിയും. മറ്റൊരു കാര്യം, ഈ അമിതവണ്ണമുള്ള വ്യക്തികൾക്ക് വരുന്നതായ പല പ്രശ്നങ്ങളെയും ലഘൂകരിച്ചെടുക്കാൻ വേണ്ടിക്കൊണ്ട് നമുക്ക് ഫിസിയോതെറാപ്പിസ്റ്റിന് തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. അവർക്ക് അവരുടേതായ ചില മെത്തേഡുകളുണ്ട്, അതൊക്കെ നമ്മൾ ഇനിയുള്ള കാലങ്ങളിൽ യൂസ് ചെയ്യേണ്ടതാണ്. അങ്ങനെ മാത്രമേ നമുക്ക് ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം നമുക്ക് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ചോദ്യം.
ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളോട് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. കണ്ണൂരിൽ നിന്നും പുരുഷുവാണ്. പുരുഷു, ഡോക്ടറോട് ചോദിക്കാം. ഹലോ, പുരുഷു പറയൂ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് സാറേ. പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ സർ. ഞാൻ കുറെ വർഷങ്ങളായി, എനിക്ക് 60 വയസ്സാണ്. ആ ഹലോ കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ സാറേ, ഞാൻ 60 വയസ്സുള്ള മനസ്സിലായി, 60 വയസ്സ് മനസ്സിലായി. ഇപ്പൊ ഒരു ഗ്ലിംസ്റ്റാർ M1 എന്നിട്ടൊരു ഗുളിയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഒരു 180-200 ഉള്ളിലാണ് ഇപ്പൊ ഭക്ഷണം കഴിച്ചതിന് ശേഷം. ഇത് പുരുഷന്റെ കൺട്രോൾ കൊള്ളാം. 150-200 താഴെ 60 വയസ്സായിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് കുറച്ചും കൂടി നല്ല കൺട്രോൾ കിട്ടിയാൽ നന്നായിരിക്കും. ഈ കഴിക്കുന്ന മരുന്ന് എനിക്ക് മനസ്സിലായത്തോടത്തോളം വലിയ പ്രശ്നമുള്ള മരുന്നുകളല്ല, നല്ല മരുന്നുകളാണ്. പക്ഷേ കുറച്ചുകൂടി കൺട്രോൾ കിട്ടാൻ വേണ്ടിക്കൊണ്ട് ഉഴപ്പ് താങ്കളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ ഉഴപ്പുണ്ടോ, എക്സസൈസ് ഇല്ലാത്ത വ്യക്തിയാണോ, അവർക്ക് ഇത് ഒന്നുകൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ കുറച്ചും കൂടി ഇതിൻ്റെ കൺട്രോൾ കിട്ടും. മറ്റു ചില മരുന്നുകളും ഇന്ന് ലഭ്യമാണ്, അത് ഉപയോഗിക്കുന്നതാണ്. കണ്ണൂർ എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ പോയിട്ട് കൺസൾട്ട് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ഉള്ള ചില മരുന്നുകൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. മനസ്സിലായി ഞാൻ കരുതട്ടെ. ക്വസ്റ്റ്യൻ പ്രേക്ഷകൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹ ചികിത്സയോടനുബന്ധിച്ച് ഒരുപാട് കബളിപ്പിക്കൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പം അതിന്റെ സത്യാവസ്ഥ എന്താണ്? ഡോക്ടർക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ആദ്യമായി ശാസ്ത്രീയമായ രീതിയിൽ എന്തൊക്കെ തെളിവുണ്ടോ അത് ഫോളോ ചെയ്യുക. ശാസ്ത്രീയമായിട്ട് നമുക്കൊന്നുള്ളത് വളരെ ക്ലിയർ ആണ്. എല്ലാ ഡോക്ടർമാർക്കും അറിയാം ഇന്ന മരുന്നുകളാണ് നല്ലത് എന്ന്. ഡയബറ്റിസ് പരിപൂർണമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതൊക്കെ ഒരു യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയിട്ടാണോ സംസാരിക്കുന്നത് ഞാൻ സംശയിച്ചു പോകുന്നു. പിന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം, ഈ ജീവിതശൈലി രോഗം മാറില്ല, നമ്മുടെ ജീവിതമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കബളിപ്പിക്കൽ സംഭവിക്കാതിരിക്കാനായിട്ട് അവർ മനസ്സിലാക്കേണ്ടത്, ആരൊക്കെയാണിത് ചികിത്സിക്കാൻ അറിയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആശുപത്രികൾ. ഇപ്പൊ ഗവൺമെന്റ് സ്ഥലത്ത് പോയിക്കോളൂ, നല്ല പ്രൈവറ്റ് സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ നല്ല രീതിയിലാണ്, ശാസ്ത്രീയമായ രീതിയിലാണ് ചികിത്സ നടത്തുന്നത്. അവരെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ലാത്തതാണ്. മാഡം. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, സനിൽ, പത്തനംതിട്ട. സനിൽ, ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. യെസ്, പറയൂ സനിൽ. സാറേ, എനിക്ക് മെലിഞ്ഞാന്ന് ഞാൻ ബസ്സിൽ വന്ന സമയത്ത് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു, നെഞ്ചുവേദന. എനിക്ക് പ്രഷർ കൂടുതലായിരുന്നു, 173, 101 ആയിരുന്നു. ഷുഗറും കൂടുതലായിരുന്നു, 280 എനിക്ക് നടക്കാനും ബുദ്ധിമുട്ടുണ്ട് സാറേ. എനിക്ക് അതുകൊണ്ട് ഇന്ന് യോഗയൊക്കെ ചെയ്യാൻ മാത്രമേ എനിക്ക് പറ്റുന്നുള്ളൂ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റം വരുത്താൻ എന്താ ചെയ്യണം സാറേ? ഇതില് സാറിന്റെ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നു. 170 അല്ലെങ്കിൽ 200 തൊട്ട് ഭക്ഷണത്തിന് മുമ്പും ശേഷവും കൂടുതലായി വരുന്നത് കൊണ്ട് നല്ല രീതിയിൽ കൺട്രോൾ എടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ എനിക്കൊരു വിഷമത്തെ കാര്യം, ഹൃദ്രോഗം വളരെ പെട്ടെന്ന് വന്നു എന്നുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ നേരത്തെ ഹൃദ്രോഗം വന്നു എന്നുള്ളത് നമുക്കൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയായി. പക്ഷേ ഒരു വിധത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഷുഗറിൻ്റെ നല്ല കൺട്രോളോടുകൂടെ നിർത്തുകയും അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂതനമായ ചികിത്സാ വിധികളെ കൊണ്ട് ഇദ്ദേഹത്തിന് ഹൃദയത്തിനും കിഡ്നിക്കും പ്രമേഹത്തിനും നല്ല രീതിയിൽ ഒരു തുലനം ചെയ്തു പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് അത് ചെയ്യുകയാണെങ്കിൽ സാറിന് വളരെയധികം ബെനിഫിറ്റ് ഉണ്ടാവും എന്ന കാര്യം സംശയമില്ല. പത്തനംതിട്ട നല്ല സ്ഥലമാണ്, അവിടെ നല്ല ആശുപത്രികളുണ്ട്. അവിടെ പോയി ചികിത്സ ചെറിയ രീതിയിൽ മാറ്റിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഡയബറ്റിസ് കൺട്രോളും ഒരു പോസിറ്റീവ് ഹെൽത്തും നേടാൻ കഴിയും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സുഹൃത്തെ, ചോദ്യം. ഡോക്ടർ, പ്രേക്ഷകൻ വ്യക്തമായി മനസ്സിലാക്കുന്നു. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹത്തിന് ചികിത്സ എടുക്കുന്നവർ പൊതുവെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
ആദ്യമായി നോക്കൂ, ഈ ഡോക്ടർമാരെ മാറി മാറി കാണുന്നതിൽ ഒരർത്ഥമില്ല. നിങ്ങൾ ആരാണ് ചികിത്സിക്കുന്നത്, അദ്ദേഹത്തെ സ്ഥിരമായി കാണുക, സ്ഥിരമായിട്ട് രക്തം പരിശോധിക്കുകയും മരുന്ന് ശരിയായ രീതിയിൽ കഴിക്കുകയും ഇടയ്ക്കിടയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരിക്കുക മരുന്ന്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മരുന്ന് ഇന്ന് കഴിക്കുന്ന നാളെ മാറ്റുന്ന അതൊന്നും ശരിയല്ല. അതോടുകൂടെ തന്നെ ഉള്ളതായ കൊളസ്ട്രോളിന്റെ പ്രശ്നം, കിഡ്നിയുടെ പ്രശ്നം, ഞരമ്പിന്റെ പ്രശ്നം എന്നുള്ളതായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാ വിസിറ്റിലും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് BP പ്രത്യേകിച്ചും, കാരണം ഒരു ഏറ്റവും വലിയൊരു വില്ലനാണ് നമ്മളെ BP ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, BP നോക്കുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ ഭാഗം ഡോക്ടർ പരിശോധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിൽ ചികിത്സ നേടിയാൽ മാത്രമേ നമുക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നാളത്തെ ഒരു ഹെൽത്തി പോപ്പുലേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടർ പറയുന്നത് അനുസരിക്കുക, ചികിത്സ ശരിയായ രീതിയിൽ എടുക്കുക, അത്ര മാത്രമേ എനിക്ക് ഇതിനെപ്പറ്റി സൂചിപ്പിക്കാനുള്ളൂ. ശരി ഡോക്ടർ, വ്യക്തമാണ്. പ്രമേഹത്തിനുള്ള നൂതന ചികിത്സാ മാർഗങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഹലോ ഡോക്ടർ സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസ് ഡയറക്ടറും സിഇഒയുമായിട്ടുള്ള ഡോക്ടർ PK ജബ്ബാറാണ്. അതുപോലെ തന്നെ എൻഡോക്രൈമിനോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയും കൂടെയാണ് ഡോക്ടർ. നന്ദി. നന്ദി. ഹലോ ഡോക്ടറിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.